തിരുമുമ്പിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുമ്പിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവ് അനുഗ്രഹിച്ച് നൽകിയ മറ്റൊരു ഞായറാഴ്ച ദിനത്തിലെ പരിശുദ്ധ കുർബാനയിലേക്ക് ഇതാ നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി തമ്പുരാൻ്റെ ഈ സ്വർഗീയ വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് കരങ്ങൾ കൂപ്പി അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച് ഈശോയുടെ സാന്നിധ്യത്തെ സ്മരിച്ചുകൊണ്ട് നമുക്കൊരുങ്ങാം. ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ പരിപാലനം നമ്മൾ അനുഭവിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കുക. അതോർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ത്രിയേക ദൈവം നമ്മളെ കാണുവാൻ വരുന്ന, നമ്മെ അനുഗ്രഹിക്കുവാൻ വരുന്ന സമയം, അതുപോലെ ത്രിയേക ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്ന സ്വർഗീയ നിമിഷങ്ങൾ നമ്മുടെ ഹൃദയത്തെ നമുക്കൊരുക്കാം. നമ്മുടെ ഹൃദയമാണ് വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് എന്നത്തെ തിരുവചനം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമല്ലാത്തത്, ഹൃദയത്തിലുള്ള വിശുദ്ധമല്ലാത്തതെല്ലാം അവിടുന്ന് കഴുകണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമുക്ക് കാഴ്ചവെക്കാം. ഇന്ന് ഈ കുർബാനയിൽ താങ്ക്സ് ഗിവിംഗ് സ്പെഷ്യൽ ഇൻറ്റൻഷൻ സമർപ്പിക്കുന്ന എ ഡിവോട്ടി ആൻഡ് ഫാമിലി, എ ഡിവോട്ടി സ്റ്റീഫൻ വിൽസൺ കോന്നിക്കര, ആൻസൺ ആൻ്റണി, മാർക്ക് ചേടൻ, ഇവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടുകൂടി ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയൊടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയൊടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി
പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷമറിയിച്ച സ്ലീഹന്മാരുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയും നീകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ.
എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. A reading from the book of Deuteronomy, chapter 5, verses 16 to 24. Bless me, O Lord. May God bless you. Honor your father and your mother, as the Lord your God commanded you, so that your days may be long and that it may go well with you in the land that the Lord your God is giving you. You shall not murder, neither you shall commit adultery, neither shall you steal, neither shall you bear false witness against your neighbor, neither shall you covet your neighbor's wife, neither shall you desire your neighbor's house or field, or male or female slave, or ox or donkey, or anything that belongs to your neighbor. These words the Lord spoke with a loud voice to your whole assembly at the mountain, out of the fire, the cloud, and the thick darkness. And he added no more. He wrote them on 2 stone tablets and gave them to me. When you heard the voice out of the darkness, while the mountain was burning with fire, you approached me, all the heads of your tribes and your elders, and you said, Look, the Lord our God has shown us his glory and greatness, and we have heard his voice out of the fire. Today we have seen that God may speak to someone and the person may still live. This is the word of the Lord. Praise be to Lord our God. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. A reading from Paul's second letter to the Corinthians, chapter 10, verses 12 to 18. Bless me, O Lord. May Christ bless you. We do not dare to classify or compare ourselves with some of those who commend themselves. But when they measure themselves by another and compare themselves with one another, they do not show good sense. We, however, will not boast beyond limits, but will keep within the field that God has assigned to us, to reach out even as far as you. For we were not overstepping our limits when we reached you. We were the first to come all the way to you with the good news of Christ. We do not boast beyond limits, that is, in the labors of the others. But our hope is that, as your faith increases, our sphere of action among you may be greatly enlarged, so that we may proclaim the good news in lands beyond you, without boasting of work already done in someone else's sphere of action. Let the one who boasts boast in the Lord. For it is not those who commend themselves that are approved, but those whom the Lord commends. This is the word of the Lord. Praise be to Christ our Lord. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ
ആശയമെന്മനതായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തൂലിക പോലൻ നാവിപ്പോൾ താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ 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 പാടിടുന്നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 7 വാക്യങ്ങൾ 1 മുതൽ 13 വരെ. ഫരീസയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും ഈശോയ്ക്ക് ചുറ്റും കൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ അശുദ്ധമായ കരങ്ങളോടെ, അതായത് ക്ഷാളനം നടത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യമനുസരിച്ച് ഫരീസയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും സ്വയം ശുദ്ധീകരിക്കാതെ അവർ ഭക്ഷണം കഴിക്കാറില്ല. കോപ്പയുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റ് പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരീസയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യമനുസരിച്ച് നടക്കാതെ അശുദ്ധമായ കൈകൊണ്ട് അപ്പം ഭക്ഷിക്കുന്നത് എന്ത്? അവൻ അവരോട് പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കുവാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് അർപ്പിതം എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി ഒന്നും ചെയ്യുവാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾ കൈമാറുന്ന നിങ്ങളുടെ പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ ശൂന്യമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഈ ഒരു കാലഘട്ടം കൈ കഴുകലുമായിട്ട് നമ്മളെല്ലാവരും തന്നെ വളരെ അധികം സാരൂപ്യപ്പെട്ട് കഴിഞ്ഞു, താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ പുറത്തുനിന്ന് പോയി അകത്ത് വന്നാലും അതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുകയോ മേടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നു, അതുപോലെ തന്നെ സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുന്നു. ഇത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശാരീരികമായ സുരക്ഷ, പ്രത്യേകിച്ച് നമ്മുടെ ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നുണ്ട്, ശിഷ്യന്മാർ കൈ കഴുകാത്തതിൻ്റെ പേരിൽ ഈശോയെ വിമർശിക്കുന്ന ഫരീസയരും അതുപോലെ ജെറുസലേമിൽ നിന്ന് കുറേ പേര് ഈ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ട് കുറേ പേര് നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരും കൂടിയും ഈശോയുടെ അടുത്ത് വന്നിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എപ്പോഴും നമുക്ക് കുറച്ച് പേർക്കിടയ്ക്ക് ജോലി ഇതാണ്, മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി നടക്കുന്ന പോലെ തന്നെ ഈശോ എന്തെങ്കിലും എവിടെയെങ്കിലും പിഴവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ വാക്കിലും പ്രവൃത്തിയിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേരിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്കൊരവസരം കിട്ടിയത്. ഒരു വിവാഹ സദ്യ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ നടക്കുന്ന ആ സമയത്ത് ഈ ശിഷ്യന്മാർ കൈ കഴുകാതെ ഈ
ഇവിടെ കൈ കഴുകാതെ എന്ന് ഉദ്ദേശിക്കുന്നത്, കൈ കഴുകാതെ അവർ ഭക്ഷണത്തിനിരുന്നു എന്നുള്ളതാണ് ആക്ഷേപം. ഇവിടെ കൈ കഴുകാതെ ഭക്ഷണത്തിനിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈ പുറത്തുനിന്നൊക്കെ പോയി ചെളിയൊക്കെ തൊട്ടതല്ല. അതുകൊണ്ട് ശുദ്ധി വരുത്താൻ വേണ്ടിയുള്ള ആ കൈ കഴുകലിനെ കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഹൂദ നിയമത്തിൽ ഫരിസേയർ ഒരു 100 നിയമങ്ങൾ ലേവി ഗ്രന്ഥം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാം, എല്ലാത്തിനും നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവർ കുറേ നിയമങ്ങൾ അഡീഷണലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൈ കഴുകൽ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അവർ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. എങ്ങനെയാണ് ആ കൈ കഴുകേണ്ടതെന്നൊക്കെ ഫരിസേയരുടെ, യഹൂദരുടെ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? വെള്ളമെടുത്ത് ഈ പെരുവിരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും, വിരൽ ഉയർത്തിപ്പിടിച്ച് അതിലൂടെയാണ് വെള്ളം ഒഴിക്കുന്നത്. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഇതിലൂടെ കൈയുടെ ഈ കൈപ്പത്തി മുഴുവനും നനഞ്ഞ് കൈത്തണ്ടയിലൂടെ താഴേക്ക് ഒഴുകിപ്പോണം. ഇങ്ങനെയുള്ള വളരെ പ്രത്യേകത നിറഞ്ഞ ആചാരങ്ങൾ ഇവർക്കുണ്ട്. അപ്പോൾ കൈ കഴുകലിന് ഇങ്ങനെയുണ്ട്. പിന്നെ കൈയുടെ ഉള്ളിൽ കഴുകുന്നതിന് പ്രത്യേകമായ രീതിയുണ്ട്. 2 കൈയുടെ ഉള്ളിൽ കഴുകുന്നതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള രീതികളൊക്കെ ഇവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കൈ കഴുകലിന് മാത്രമല്ല ഈശോ അവരെ കുറ്റപ്പെടുത്തുന്നത്, നിങ്ങൾ പാത്രം കഴുകുന്നതിനെയും അതിനൊക്കെയാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഈ പ്രത്യേകമായിട്ടുള്ള ക്ഷാളനം, കഴുകലിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഓരോ വിധിക്രമങ്ങളുണ്ട്. പാത്രം കഴുകലിന്, അത് പാത്രം കഴുകൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കൊണ്ടുപോയ പാത്രം കഴുകലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ പാത്രങ്ങൾ അങ്ങനെ കഴുകുന്നത് കൂടാതെയുള്ള പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങളുണ്ട്. ഇപ്പം ഈ കഴുകൽ മതാത്മകമായിട്ടുള്ള അർത്ഥം നൽകിക്കൊണ്ടുള്ള പ്രത്യേകമായ കഴുകലുകൾ പാത്രം കഴുകലിനുണ്ട്, അതുപോലെ കൈ കഴുകലിനുണ്ട്. ഇതെല്ലാത്തിനും അർത്ഥമുണ്ട്. ഇത് ഒരുപക്ഷെ അത് ഉണ്ടാക്കിയവർ ചിന്തിച്ചിരിക്കുന്നത് ഈ ബാഹ്യമായ കഴുകലുകൾ അത് ഹൃദയത്തെ കഴുകലിൻ്റെ, ഹൃദയം വെടിപ്പാക്കുന്നതിൻ്റെ, അതിലൂടെ ദൈവവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നതിൻ്റെ അർത്ഥമാണ് ഇതിൽ കണ്ടെത്തുവാനും നൽകുവാനുമായിട്ട് അവർ പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ പിന്നീട് വികലമായിട്ടുള്ള വെറും ആചാര അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ധാർമ്മികതയെ, സത്യത്തെ, നീതിയെ വളച്ചൊടിക്കുന്ന രീതിയിൽ, അതാണ് ഈ ഇന്നത്തെ സുവിശേഷത്തിലും ഇന്നത്തെ ഫസ്റ്റ് റീഡിങ്ങിലും നമ്മൾ കേട്ടു, മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം എന്നുള്ള കൽപ്പന വളച്ചൊടിച്ചുകൊണ്ട് അവരതിനൊരു പുതിയ ഒരു ലുക്ക് പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ദേവാലയത്തിന്, ജെറുസലേമിന് അല്ലെങ്കിൽ ദേവാലയത്തിന് കൊടുത്തു കുറച്ച് പൈസ നേർച്ചയിട്ട് ഭണ്ഡാരത്തിൽ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു, ഇനി മാതാപിതാക്കളെ നോക്കണ്ട, ആരെ നോക്കണ്ട എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ചില പ്രത്യേകതകളൊക്കെ ഈ ദൈവിക നിയമങ്ങളെ കർത്താവ് നൽകിയ ആ 10 കൽപ്പനകളിൽ നമുക്കറിയാം 4ാമത്തെ പ്രമാണമാണ് നിൻ്റെ ഓണർ യുവർ ഫാദർ ആൻഡ് മദർ, നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത്. എന്നാൽ അതിന് പോലും വേറെ രീതിയിൽ അർത്ഥം കണ്ടെത്തിക്കൊണ്ട് ഇങ്ങനെ ദൈവിക നിയമങ്ങളെ വളച്ചൊടിച്ച് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം വിശ്വാസത്തെ ഒതുക്കി നിർത്തുന്നതിനെ കർത്താവ് നിശിദ്ധമായിട്ട് വിമർശിക്കുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈശോ പറയാണ്, അവരുടെ മുഖത്ത് നോക്കി പറയാണ്, ഈ ജനം അധരങ്ങൾ കൊണ്ടാണ് എന്നെ ബഹുമാനിക്കുന്നത്. ദിസ് പീപ്പിൾ ഓണേഴ്സ് മീ വിത്ത് ദെയർ ലിപ്സ് ബട്ട് ദെയർ ഹാർട്ട്സ് ആർ ഫാർ എവേ ഫ്രം മീ. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. ഈ കൈ കഴുകലുകളിലൂടെ, ഈ കഴുകൽ ക്ഷാളന കർമ്മങ്ങളിലൂടെ എല്ലാം ഉദ്ദേശിക്കുന്നത് ഹൃദയത്തെ വെടിപ്പാക്കുക, ഹൃദയം ശുദ്ധമുള്ളതായിട്ട് മാറണം എന്നുള്ള ആ വലിയ ഒരു നന്മയെ ഉപേക്ഷിച്ചുകൊണ്ട് അതൊന്നുമില്ലാതെ നിയമങ്ങളുടെയും നൂലാമാലകളുടെയും പുറകെ നടക്കുകയും അത് മറ്റെല്ലാ തിന്മകളിലും മുഴുകി ജീവിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ പുറകെ പോകുന്നതിനെയാണ് കർത്താവ് വിമർശിക്കുന്നത്. ഒരുപക്ഷെ നമ്മളോടും പറയും, നമ്മളൊക്കെ ഇന്ന് ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഉണ്ട്, മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനയുണ്ട്. വചനം വായിക്കുന്നുണ്ടോ? വചനം വായിക്കുന്നുണ്ട്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോകുന്നു. പക്ഷേ കർത്താവ് ഈ സുവിശേഷത്തിലൂടെ, ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ നമ്മളോട് പറയുക, നിൻ്റെ ഹൃദയം ഒന്ന് പരിശോധിക്കണം. നിൻ്റെ ഹൃദയം, നിൻ്റെ ജീവിതമെന്ന് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഹൃദയമാണോ? തമ്പുരാനോട് എത്രമാത്രം താതാത്മ്യപ്പെട്ട് ജീവിക്കുന്ന, ദൈവിക വചനങ്ങൾക്ക് അർത്ഥം നൽകി അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്? ഇന്ന് എന്നോടും നിങ്ങളോടും ഇന്ന് കർത്താവ് ആവശ്യപ്പെടുക, നിൻ്റെ ഹൃദയം ഇന്ന് എവിടെയാണ്?
നിന്റെ ഹൃദയം ഇന്ന് എവിടെയാണ്? വസ്ത്രമല്ല കീറേണ്ടത്, നിന്റെ ഹൃദയമാണ് കീറേണ്ടത് എന്ന് പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ വിശുദ്ധിയാണ്, ഹൃദയത്തിൻ്റെ നന്മയാണ്, ഹൃദയത്തിൻ്റെ സുഹൃതങ്ങൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധരങ്ങളിൽ മാത്രം സ്തുതിയും സ്തോത്രവും കീർത്തനങ്ങളും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഈ അധരങ്ങൾ ഇന്ന് നന്മയാണോ പറയുന്നത്? ഏത് രീതിയിലാണ് നമ്മളിന്ന് ഉപയോഗപ്പെടുത്തുക? നമ്മുടെ ചിന്തകളിൽ ഇന്ന് ദൈവത്തിന് ഇടമുണ്ടോ? നമ്മുടെ പ്രവൃത്തികളിൽ ദൈവത്തിന് ഇടമുണ്ടോ? നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിരർത്ഥകമാണ്. ഹൃദയവും അധരവും തമ്മിലുള്ള ആ ഒരു യോജിപ്പുണ്ടായിരിക്കണം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടായിരിക്കണം. അത് ഇന്നത്തെ തിരുവചനം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഈ ഹൃദയത്തിൻ്റെ ശുദ്ധിയുള്ളവർക്ക് മാത്രമാണ് കർത്താവിനെ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകമായിട്ട് ഇന്ന് ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. കർത്താവേ, നീ ഞങ്ങളുടെ ഉള്ളും ഉള്ളതും എല്ലാം അറിയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 24 25 വചനങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? മനുഷ്യരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. മനുഷ്യനെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. ജീവിത പങ്കാളി നിന്നെ അറിയണമെന്നില്ല, മക്കൾ നിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് അറിയണമെന്നില്ല, കുടുംബാംഗങ്ങൾ മാതാപിതാക്കൾ അറിയണമെന്നില്ല. പക്ഷേ എന്നെ അറിയുന്ന എൻ്റെ പൊന്നു തമ്പുരാൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഉള്ളറിയുന്ന ആ കർത്താവിൻ്റെ മുമ്പിലെങ്കിലും ഈ പരിശുദ്ധ കുർബാന പങ്കുചേരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഉള്ളിലെന്ന് പല തിന്മകളുടെയും ദുശീലങ്ങളുടെയും തഴക്ക ദോഷങ്ങളുടെയും പാപത്തിൻ്റെയും ഇരിപ്പിടമായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ അധരങ്ങളിൽ മാത്രം നിനക്കുള്ള സ്തുതിയുണ്ട്. എൻ്റെ ഹൃദയം പലപ്പോഴും ദൂരെയാണ്. കർത്താവേ, ആ അധരവും ഹൃദയവും തമ്മിലുള്ള ദൂരം ഇന്ന് അകറ്റാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. ഈ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പരിശുദ്ധ ബലിയിൽ തുടരുകയാണ്. ലെറ്റ് us listen. I request all youth and children, please listen the summary of this homily in English. My dear brothers and sisters in Jesus Christ, in today's gospel we see Jesus being criticized for the actions of his disciples. The Jews had many traditions and observances regarding the purification laws. They were cunning enough to find out mistakes done by Jesus and his disciples and accuse them of it. And they were also cunning enough to find out loopholes in the law which they used to observe, as we see Jesus pointing it out when he criticizes them, especially with regarding the 4th commandment, honor your father and mother. Jesus plainly and straightforwardly criticizes the Pharisees for devaluing the law of the Lord, not following the spirit of the law. When we look into our lives, we may be following all the commandments of the law, attending Holy Kurbana, sitting for family prayer, going for confession, and doing all the good works which the Lord may have commanded us to do. But as Jesus says, is it just for name's sake? Jesus today asks each one of us to examine our lives, to see whether our hearts are away from the Lord. Jesus wants us to practice what we preach, and that is why St. Paul says, works which does not accompany our faith is fruitless or lifeless. So let us pray to our Lord to cleanse our hearts, to give us the grace to do God's will, and to praise Him for all the gifts that He has given us. May the good Lord bless us all. Amen. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദൈവദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാമാർ ഫ്രാൻസിസ് പാപ്പായെയും
ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലീത്തായും മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്തുകൊണ്ട് നീതിമാന്മാരോടൊപ്പം സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായി ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമേ എന്നും രോഗബാധയിൽ നിന്നും ഞങ്ങളെയും രോഗി ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കണമേ എന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ.
ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തുനിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തെ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ.
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ. ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. അന്ത്യത്താഴവേളയിൽ കർത്താവ് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ആ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച നിമിഷങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം.
ആ രാത്രിയിൽ താൻ കടന്നു പോകേണ്ടിയിരുന്ന ആ യാതനകളുടെ കുരിശുമരണത്തിൻ്റെ സഹനത്തിൻ്റെ നിമിഷങ്ങളെ അവിടുന്ന് കണ്ടുകൊണ്ട് കുരിശിലെ പരമയാഗത്തിലൂടെ പ്രിയപ്പെട്ട മകനെ മകളെ, നിനക്ക് വേണ്ടി യുഗാന്ത്യം വരെയുള്ള മനുഷ്യരോടുള്ള അടങ്ങാത്ത സ്നേഹത്തെ കർത്താവ് വെളിപ്പെടുത്തുകയായിരുന്നു. ആ സ്നേഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിത സഹനങ്ങളെയും നമ്മുടെ കണ്ണുനീരും വേദനകളും ദുഃഖങ്ങളും പീഡകളെയും ഈ പീലാസയോടും കാസയോടുമൊപ്പം നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനായി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും മനോഹരമായ ശക്തമായ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന, ഇൻ്റർസെഷൻ പ്രയറിലേക്ക് നമ്മളിതാ പ്രവേശിക്കുന്നു. മനസ്സുണർത്തി ഹൃദയമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പലവിധ കാരണങ്ങളാലും ക്ലേശിതരും ദുഃഖിതരുമായി കഴിയുന്നവർക്ക് വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും കടബാധ്യതകളിലും ജോലി സംബന്ധമായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും തൊഴിൽ രഹിതരും ഭവനരഹിതരുമായി കഴിയുന്നവർക്ക് വേണ്ടിയും പലവിധത്തിലുള്ള രോഗപീഠകളാൽ
ആകുലരായി കഴിയുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടിയും മാനസികമായി തകർന്ന് തളർന്ന് നിരാശയിൽ നിബന്ധിച്ചു പോയവർക്ക് പ്രത്യാശയും ഹൃദയ സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും, കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ദമ്പതികൾക്കും, എല്ലാ വിദ്യാർത്ഥികൾക്കും, ഞങ്ങളുടെ എല്ലാ ദമ്പതികൾക്കും, മാതാപിതാക്കന്മാർക്കും, സഹോദരന്മാർക്കും, എല്ലാ യുവാക്കന്മാർക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നവർ, ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയും, ആത്മീയമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും, മദ്യപാനത്തിനും മറ്റു മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾക്കും മാധ്യമങ്ങളുടെ ഉപയോഗങ്ങൾക്കും അടിമപ്പെട്ടിരിക്കുന്നവർക്ക് മോചനത്തിന് വേണ്ടിയും, ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും, പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണം മൂലം വേറെ പിരിഞ്ഞു പോയവരെ നമുക്ക് അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിനങ്ങളിൽ കാലവർഷക്കെടുതി മൂലവും വിമാനം തകർന്നും ഒക്കെയായിട്ടും, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നിമിത്തമായിട്ട് മരണമടഞ്ഞു പോയിട്ടുള്ളവരെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ മഹാമാരിയും വേദനയുമായി കൊറോണ വൈറസ് മൂലം മരണമടഞ്ഞു പോയിട്ടുള്ളവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ മരിച്ചു, അവരെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ ഇരിക്കുന്ന അതിൻ്റെ വേദനയുമായി കഴിയുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കാരുണ്യത്തെ ഇന്ന് പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും കർത്താവെ, ഇപ്പോൾ ഓൺലൈനിലൂടെ മാധ്യമങ്ങളിലൂടെ ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന ഓരോ മകനും മകളെയും ഈ ബലിവേദിയിൽ ഇതാ ചേർത്ത് വെക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, കൃതജ്ഞതകളെ അവിടുന്ന് സ്വീകരിക്കണമേ. ലെറ്റ് us all pray in silence. പ്രത്യേകിച്ചും ഹൃദയശുദ്ധിയോടുകൂടെ ഹൃദയം കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു ആത്മീയതയിൽ വളരുവാനുള്ള കൃപ നമുക്ക് യാചിക്കാം. കർത്താവേ, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമുദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കരങ്ങൾ കൂപ്പാം. ചിൽഡ്രൻ, now close your eyes, join your hands. Now we enter into the epiclesis prayer where we invite the Holy Spirit. പരിശുദ്ധ റൂഹായെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, എൻ്റെ ഹൃദയത്തിൽ നിറയണം, എൻ്റെ ജീവിതത്തിൽ നിന്ന് നിറയണം. എൻ്റെ ഹൃദയവും അധരവും ദൈവസ്തുതികളാൽ നിറയുവാൻ, തമ്പുരാനോട് ചേർന്നിരിക്കുന്ന കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ച് ജീവിക്കുന്ന, ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു ഹൃദയവും ജീവിതവും എനിക്ക് നൽകുവാൻ കരുണയായിരിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഈ അഗ്നി അഭിഷേക നിമിഷങ്ങളിൽ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ.
നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചിറങ്ങണമേ. ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമുടനെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയിൽ അനുതാപ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മൈ ഡിയർ ചിൽഡ്രൻ, വൺസ് അഗൈൻ ഐ റിക്വസ്റ്റ് യു, ക്ലോസ് യുവർ ഐസ്, join your hands as we enter into the penitential service of the Holy Eucharist. Let us examine ourselves whether our hearts are far away from the Lord. ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലും പാപം ചെയ്ത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അനുതാപത്തോടുകൂടി പശ്ചാത്താപത്തോടുകൂടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ഈ ദാസിയുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കണമേ എന്ന്. അതിനായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഈ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതനായ ദൈവമേ, അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്നും ലഭിച്ച മനോവിശ്വാസത്തോടെ ഞങ്ങളും ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവർണ്ണനീയമായ രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാലാഖമാർ പോലും ഭയഭക്തി ആദരങ്ങളോടെ നിലകൊള്ളുന്നു. ഇതാ മിശിഹായുടെ ശരീരരക്തങ്ങൾ. സഹോദരരെ, അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുവിൻ. My dear children, close your eyes, join your hands. With faith and thirst, let us invite the Eucharistic Lord into our hearts. As we heard in today's Gospel, Jesus is lamenting over the people. These people honors me with their lips, but their hearts are far away from me. Let us dedicate our heart and lips, our life, and everything to the Eucharistic Lord. Let us prepare ourselves to receive the Eucharistic Lord, at least spiritually. May not be sacramentally, but spiritually. Let us invite and ask Jesus to come into our life. And let us surrender ourselves to Him. Let us offer our hearts to Him. അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ പ്രാർത്ഥന നമുക്കിപ്പോൾ ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ ഈശോയെ,
സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാനുകൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടെ അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. മാമോദീസ വഴിയായി ദൈവം നൽകി നവജീവൻ, ദാനവരങ്ങളിലഖിലേശൻ പങ്കാളികളായി തീർത്തല്ലോ. തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിനു സാക്ഷികളായി ജീവിത വീതിയിൽ നീങ്ങിടുവിൻ. ആമേൻ. വിശ്വാസത്തിലധിഷ്ഠിതമാം നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിനെല്ലാം നൽകിടുവിൻ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ
സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. സ്നേഹമുള്ളവരെ, ഒരു വിവാഹ അറിയിപ്പ്. ഈ ഇടവക തോട്ടുങ്കൽ ജോയ് വിൻസി മകൻ അനീഷും സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ച് കരാഞ്ചിറ ചിറ്റിലപ്പള്ളി ചാക്കോ ജെസ്സി മകൾ ബിസ്മിയും തമ്മിലുള്ള വിവാഹം സെൻറ്റ് ആൻ്റണീസ് ഫൊറൈൻ ചർച്ച് പഴുവിൽ വെച്ച് ഓഗസ്റ്റ് 16 നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ നവദമ്പതികളാകുവാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവകൃപകൾ നിറഞ്ഞ ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു.